ഗൈസ്, അപ്പം നമുക്കൊന്ന് പൂക്കളിടാം. അത്തപ്പൂക്കളം. ഇവിടെ പട്ടികളും പൂച്ചകളൊക്കെ ഉള്ള കാരണം ഇവിടെ എപ്പോഴും മണ്ണും പൊടിയൊക്കെ ആയിരിക്കും. മഴ പെയ്താൽ പിന്നെ അതിനോട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ട് അതൊക്കെ ചവിട്ടി കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് വൃത്തിയാക്കണം. അതിന് മുൻപേതായി ഒരു സൂസുമേനൊന്ന് നമുക്കൊന്ന് ഒരു ഭാഗത്തേക്കൊന്ന് ഒതുക്കി വെക്കണുണ്ടാവും. കാരണം ആളല്ലെങ്കിൽ പൂക്കളിടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ കാലത്ത് തന്നെ എനിക്ക് പള്ളിയിൽ പോയിട്ടോ, ഞായറാഴ്ച അല്ലേ. അപ്പച്ചനാണ് എന്നെ ഇതിനെ സഹായിക്കാറ്. അപ്പച്ചനും പുറത്തേക്ക് പോയ കാരണം ഇപ്പം ഇത് ഞാൻ ഒറ്റയ്ക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വാരാൻ വരതാ ഈ ഒരാളെ സമ്മതിക്കില്ല കേട്ടോ. അതിന് ഞാൻ കൂട്ടിലിട്ടിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഒരു പണികൾ ചെയ്യാറ്, അല്ലെങ്കിൽ ആളൊന്നിനും സമ്മതിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയിൽ സെക്കൻഡ്, അതായത് രണ്ടാമത്തെ ലോങ് വീഡിയോ ആട്ടോ അത്. ഞാൻ ലോങ് വീഡിയോസ് ഇടാറില്ല, ഷോർട്സാണ് ഇടാറ്. ഈ ലോങ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ല. അപ്പം നമ്മളിതാ ഉമ്മറൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ അടിയിൽ നിറച്ച് മണ്ണും പൊടിയാണ് കണ്ടത്. ഇവരൊക്കെ ഓടിക്കളിച്ച് അതുപോലെ ഒരു സൂസ് പുറത്തുനിന്ന് ഇങ്ങനെ ഓരോ പുല്ലും മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇടും. എല്ലാവരും കണക്കാം. അങ്ങനെ നമ്മുടെ അടിച്ചുവാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് പൂവ്. അപ്പം നമ്മളത് അവിടെയാണ് പൂക്കളിടാൻ ഉദ്ദേശിക്കുന്നത്. പൊട്ടിയും പൊളിഞ്ഞിട്ടൊക്കെയാണ് കിടക്കണമെന്നല്ല ഞാൻ അവിടെയാണ് ഇടുന്നത്. സൂസുവിന് ദാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ ഇതാ തൊട്ടപ്പുറത്ത് ആൾ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് റെഡിയാക്കണം. നമ്മളിതാ ഇന്നലെ പോയിട്ട് ഒരു 50 രൂപയ്ക്ക് ഒരു കിറ്റ് പോലെ മേടിച്ചതാട്ടോ ഇത്. ഞാൻ കൈ കൊണ്ട് പിച്ചി പൊളിക്കല്ല കേട്ടോ, ഞാൻ കത്രി കൊണ്ട് ജസ്റ്റ് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും പൂവൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഒരു 3 മഞ്ഞ ചെണ്ടുമല്ലി 3 ഓറഞ്ച് ചെണ്ടുമല്ലിയൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ഇത് നാളത്തേക്കും കൂടി എടുത്ത് വെക്കാനാണ്. പണ്ടത്തെ പോലെ പൂവൊന്നും പോയിട്ട് പറിച്ചിട്ട് ഇടാറില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ വേടിക്കുക തന്നെ പതിവ്. അതുപോലെ തന്നെ പൂ പറിക്കാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തലേ ദിവസം, അതായത് സ്കൂൾ വിട്ട് വന്ന അപ്പം തന്നെ ഞങ്ങൾ ഒരു അപ്പാപ്പൻ്റെ പറമ്പുണ്ട് കേട്ടോ, അവിടേക്ക് പോയിട്ട് ഇവിടുത്തെ പിള്ളേരൊക്കെ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടിയിട്ട് പൂവൊക്കെ പറിക്കാൻ പോയ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പൂവൊന്നുമില്ല, മീൻസ് കുട്ടികളും ഇല്ല. എല്ലാവരും അവരുടേതായ ഒരു തിരക്കുകളൊക്കെയാണ്. കുഞ്ഞൊരു പൂക്കളാട്ടോ ഇടണം. ആകെ കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ആകെ 3 കളറുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് മന്ദാരമൊക്കെ നിൽക്കണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടിക്കാൻ ഒരു മരം പോലെയായിരുന്നു. അത് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. അപ്പം ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാത്തപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചലൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഇല വെട്ടിയിട്ടൊക്കെ ഇടാറുണ്ട്. ഇല തന്നെ ഇപ്പോൾ കാണാനില്ല, അതുകൊണ്ട് ഞാൻ അതും സ്കിപ്പാക്കി. അങ്ങനെ ഇതാട്ടോ എൻ്റെ കുഞ്ഞി പൂക്കളം. ഓക്കെ, ബൈ ഗൈസ്.